ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് പൊതുയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നാശം വിതച്ച 4 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യൻ അത്ലറ്റുകൾ. 8 സ്വർണവുമായി ഇന്ത്യ 2ാം സ്ഥാനത്ത്. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ IATA-യുടെ 81ാമത് പൊതുയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ആഗോള വ്യോമയാന മേഖലയിലെ പ്രമുഖർ, അന്താരാഷ്ട്ര മാധ്യമ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ 1600-ലധികം പേർ പങ്കെടുക്കും. വ്യോമയാന മേഖലയെ സംബന്ധിച്ച പ്രധാന വിഷയങ്ങൾ ഇന്നത്തെ ഉച്ചകോടിയിൽ ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റ് മസാറ്റോ കാണ്ടയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൊതു താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി. രാജ്യത്ത് കഴിഞ്ഞ ദശകത്തിൽ നടന്ന അതിവേഗ വികസനം ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. നഗര അടിസ്ഥാന സൌകര്യ വികസനം, മെട്രോ ശൃംഖല വിപുലീകരണം, നഗരസേവന ആധുനികവൽക്കരണം തുടങ്ങിയവയ്ക്ക് $1000 കോടി സഹായം നൽകുമെന്ന് ADB പ്രസിഡന്റ് അറിയിച്ചു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം ദുരിതമനുഭവിക്കുന്ന 4 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസം, മണിപ്പൂർ, സിക്കിം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നേരിട്ട് സംസാരിച്ച അദ്ദേഹം ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ഉറപ്പു നൽകി. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഏജൻസികൾ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. മേഖലയിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ അതീവ ജാഗ്രതയിലാണ് അധികൃതർ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. റോഡ് ഗതാഗതവും ട്രെയിൻ സർവീസുകളും തടസ്സപ്പെട്ടു. തെക്കൻ അസമിലെ സിൽച്ചാറിൽ 24 മണിക്കൂറിനുള്ളിൽ 415 മില്ലിമീറ്ററിലേറെ മഴ പെയ്തു. 100 വർഷത്തിനിടെയുള്ള റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയത്. അസമിലെ 11 ജില്ലകളിൽ വെള്ളപ്പൊക്ക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് മണിപ്പൂരിൽ എല്ലാ സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിലും വേനൽക്കാല അവധി നീട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ മേഖലയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ ഡൽഹി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളെ ബാധിച്ചു. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി കൃഷിയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ സമഗ്ര മാനവികത പ്രഭാഷണങ്ങളുടെ 60ാം വാർഷിക ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം നിലനിന്നിരുന്നപ്പോൾ ആവശ്യമായ ഭക്ഷ്യശേഖരം അനായാസം ഉറപ്പാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞതായി കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു. जब वातावरण था सीमा पे, मैंने अपने खाद्य भंडारों की समीक्षा की तो खेत में किसान और सीमा पे जवान डटा हुआ था और हमने देशवासियों से कहा चिंता मत करो, भंडार भरपूर है. आज भी भारतीय अर्थव्यवस्था की सबसे बड़ी ताकत अगर कोई है तो खेती है. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവാഗതരായ കുട്ടികളെ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും. +1 പ്രവേശനത്തിനായുള്ള ആദ്യ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം വ്യാഴാഴ്ച പൂർത്തിയാകും. ഈ മാസം 10-ന് 2ാം അലോട്ട്മെന്റും 16-ന് 3ാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 18-നാണ് +1 ക്ലാസുകൾ ആരംഭിക്കുക. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കും. പത്തനംതിട്ട ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന 31 സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കും. തിരുവല്ല താലൂക്കിലെ 13 സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന തിരുവല്ല ഡയറ്റിനും അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തുടനീളം വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളിൽ നിരവധി കർഷകർ പങ്കെടുത്തു. ക്യാമ്പയിൻ ഈ മാസം 12-ന് സമാപിക്കും. കേരളത്തിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നേരത്തെ പത്രിക സമർപ്പിച്ചു. മോഹൻ ജോർജിനെ BJP ഇന്നലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുൻ MLA PV അൻവറും അറിയിച്ചു. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് പെന കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകൾ ഇരു നേതാക്കളും അവലോകനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവരുമായും പരാഗ്വേ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. UN പരിഷ്കാരങ്ങൾ, ഭീകരതയെ ചെറുക്കൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി വിവിധ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പൊതുവായ കാഴ്ചപ്പാടുകൾ പിന്തുടരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പരാഗ്വേയും. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നതിനായി നിയോഗിച്ച സർവ്വകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം തുടരുന്നു. 7 സംഘങ്ങളാണ് 32 രാജ്യങ്ങളിലായി പര്യടനം നടത്തുന്നത്. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ലണ്ടൻ സന്ദർശിച്ചു. ലണ്ടനിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രപിതാവിന്റെ തത്വങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. Mahatma principle is all the more relevant today, of non-violence, of truth. In this age of terrorism, sponsored from across the border by Pakistan, his message is equally important. But as Prime Minister Modi ji said, शांति भी जरूरी है, आतंकवाद भी जरूरी नहीं है. आतंकवाद के खिलाफ कार्रवाई भी होनी चाहिए. ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ നടക്കുന്ന 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ അത്ലറ്റുകൾ. 8 സ്വർണം ഉൾപ്പെടെ 24 മെഡലുകളുമായി ഇന്ത്യ രണ്ടാമതെത്തി. ചൈനയാണ് ഒന്നാമത്. ചാമ്പ്യൻഷിപ്പിന്റെ ഒരു പതിപ്പിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗുൽവീർ സിംഗ് ചരിത്രം കുറിച്ചു. ആദ്യ ദിവസം 10,000 മീറ്ററിൽ ഒന്നാമതെത്തിയ ഗുൽവീർ സിംഗ് 5000 മീറ്ററിലും വിജയം നേടി. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന ക്വാളിഫയർ 2 മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് പഞ്ചാബ് കിങ്സ് കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. IPLൽ ഇതുവരെ കിരീടം നേടിയിട്ടില്ലാത്ത 2 ടീമുകളാണ് നാളെ ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. ആരു ജയിച്ചാലും പുതിയൊരു ചാമ്പ്യന്റെ പിറവിക്കാകും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുക. നോർവേ ചെസ് ടൂർണമെന്റിന്റെ 6ാം റൌണ്ടിൽ നിലവിലെ ലോക ചാമ്പ്യനായ ഡി ഗുഗേഷ് ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി. ടൂർണമെന്റ് നിർണായകമായ അവസാന റൌണ്ടുകളിലേക്ക് കടക്കുമ്പോൾ ഗുഗേഷിന്റെ തകർപ്പൻ വിജയം കിരീട പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. രാജ്യത്തെ മൊത്ത GST വരുമാനം തുടർച്ചയായ 2ാം മാസവും 2 ലക്ഷം കോടി രൂപ കടന്നതായി കേന്ദ്ര ധനമന്ത്രാലയം. മെയ് മാസത്തിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ 16.4% വർധനയാണ് ഉണ്ടായത്. ഇറക്കുമതി, ആഭ്യന്തര ഇടപാടുകൾ തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാൻസരോവർ യാത്രയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുത്ത് സിക്കിം സർക്കാർ. ഈ മാസം 15-ന് ഗാംഗ്ടോക്കിൽ ആദ്യ ബാച്ച് തീർത്ഥാടകർ എത്തും. ഗാംഗ്ടോക്കിൽ നിന്ന് ആരംഭിച്ച് നാഥുല വഴി കൈലാസത്തിലും മാൻസരോവറിലും ഏകദേശം 20 ദിവസം കൊണ്ടാണ് യാത്രികർ എത്തിച്ചേരുക. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മുൻ ആഭ്യന്തരമന്ത്രി അസദുസമാൻ ഖാൻ കമലിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ ബംഗ്ലാദേശ് വിഭാഗം. കഴിഞ്ഞ വർഷമുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിൽ മനുഷ്യത്വ വിരുദ്ധ നടപടികൾ ആരോപിച്ചാണ് ഉത്തരവ്. ഈ മാസം 16-ന് ഇവർ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് പൊതുയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നാശം വിതച്ച 4 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യൻ അത്ലറ്റുകൾ. 8 സ്വർണവുമായി ഇന്ത്യ 2ാം സ്ഥാനത്ത്. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.